സൂര്യാകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജ് ഗുരുവായൂരിലാണ്. ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ അടിപൊളി കുട്ടികളാണ്. അവർ കാണുമ്പോൾ മനസ്സിലായി നല്ല കുട്ടികളാണ്, ഭയങ്കര എനർജറ്റിക്കുള്ള കുട്ടികളാണ്. അവർ റെഡിയായിരിക്കുകയാണ്. ഒരുപാട് കഴിവുള്ള കുട്ടികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, മായാവി, നമ്മുടെ കാർട്ടൂൺ മായാവി അല്ല, മമ്മൂക്ക അഭിനയിച്ച മായാവി. ഈ മായാവിയിൽ ശരിക്കും മമ്മൂക്കയേക്കാൾ സ്കോർ ചെയ്ത മറ്റൊരാളാണ് സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സീക്വൻസ് ഉണ്ട്, ഒരു ബിൽഡപ്പ് സീൻ, ഭയങ്കര രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് വരെ ചേർത്തിട്ടാണ് അത് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഇവിടുത്തെ കുട്ടികൾ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആ ഡയലോഗാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഒന്ന് കാണാം. ഞാനല്ലേ പറയുന്നത്, നിനക്ക് യാതൊരു വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നിങ്ങെത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരടാ, ബ്ലാഡ് ഫുൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? അപ്പം ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ് ഇവർ. ലിറ്റിൽ ഫ്ലവർ അല്ല, എന്താണ്, ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സായിട്ട്, ബിഗ് ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു കൈയടി തന്നെ. ഓക്കെ, അപ്പം ആമുഖങ്ങളൊന്നുമില്ലാതെ ഈ സുന്ദരിമാരുടെ ഇടയിൽ നിന്ന് ഒരു സുന്ദരിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ മോളെ. ആ വരൂ. എങ്ങോട്ട് പോകുന്നു? അങ്ങ് പോവുകയാണോ? ഇവിടെ വരൂ. ആർദ്ര ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ ആദ്യം വിളിക്കുമെന്ന്. ഞെട്ടിപ്പോയില്ലേ? എനിക്ക് തോന്നി നിങ്ങൾ നല്ലൊരു ആക്ട്രസ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. കാരണം ഒരുപാട് എക്സ്പ്രഷൻ, വിളിച്ചപ്പോൾ തന്നെയുള്ള എക്സ്പ്രഷൻ ഭയങ്കര രസകരമായിരുന്നു. ഓക്കെ, ഏതിനാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ BSc ബോട്ടണി. നാട് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. അപ്പം നമുക്ക് ഈ സിനിമ കണ്ടാണോ മായാവി? നല്ല രസകരമായിട്ടുള്ള സംഭവമല്ലേ? അപ്പം നമുക്കൊണ്ട് തുടങ്ങിയാലോ? അതിനുമ്പ് ഒരു പാട്ട് പാടുമെന്ന് തോന്നില്ലേ? 4 വരി, 2 വരി, 1 വരിയെങ്കിലും. ഇത് ശരി. എന്നാ ശരി, തുടങ്ങാം. റെഡി? ആർദ്രയ്ക്ക് നല്ലൊരു കയ്യടി കൂടെ, ഒരു ഉത്സാഹമൊക്കെ വേണ്ടേ? ആക്ഷൻ. എന്തായാലും ഈ ആശാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ഈ ആശാന് മറന്നില്ലല്ലോ. ഈ ആശാന് തിരുപ്പതിയായടാ, തിരുപ്പതി. പിന്നെ കണ്ണൂര്, പിന്നെ ഇവിടെ ഭയങ്കര ചിരിയാണ്. ആ വാക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുമ്മ സല്ലി അല്ലല്ലോ, അങ്ങനെയാണോ ഡയലോഗ്? അല്ല, നമ്മള് മലപ്പുറത്തൊരു മുസ്ലിമാണേ. അല്ല, മുസ്ലിം ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഹാജിയാരി. പിന്നെ നിന്നെ ഗൗരവമുള്ള ഒരു കാര്യം ഏൽപ്പിക്കണം. കണ്ണൂരുള്ള നമ്മുടെ പഴയ ആയുധപ്പെട്ടി നീ കൊണ്ടുവരണം. ഇത് എവിടെ പോകുന്നു? ഞാൻ പാവം, അങ്ങോട്ട് പറ. കളരിയിലെ പഴയ ആയുധപ്പെട്ടി കൊണ്ടുവരണം. പകല് വേണ്ട, രാത്രി മതി. പിന്നെ ഓൻ പറയാണ്, എന്ത് പറഞ്ഞു? എന്തിനു പറഞ്ഞു? ഞമ്മടുത്ത് എന്ത് ചൊല്ലി പറ. നമസ്കാരം. 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 ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. പിന്നെ അവൻ പറയുക ആശാന് വേണ്ടി ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയിൽ വെച്ച്. ഞാൻ പറഞ്ഞു, ഫസ്റ്റിലേ പറഞ്ഞില്ലേ, എന്താണ് കയ്യപ്പതൊന്നും കാണിക്കരുതെന്ന്. അത് ഇതാണ്. ഇത് ശരിക്കും നമ്മൾ ആക്ട് ചെയ്ത് വേണം പറയാൻ. ഇപ്പൊ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇളവ് വരികയാണ്. ഇപ്പോഴത്തേക്ക് പൊയ്ക്കോ കേട്ടോ. യെസ്. അപ്പോൾ വളരെ
മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ആദ്യമായതുകൊണ്ട് തന്നെ ചെറിയൊരു ഇളവ് ഞാൻ കൊടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്ത മറ്റൊരാളുണ്ട്. ഫുള്ള് ഹെൽപ്പ് ചെയ്ത് ഒരേ എനർജിയിൽ നിന്ന് അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. പിന്നെ എന്തുണ്ട്, പേരെന്തായിരുന്നു? തസ്നീം സീൻ. വെരി ഗുഡ്. പിന്നെ എവിടെ, നാടെവിടെയാ? ലക്ഷദ്വീപ്, കൽപ്പേനി ഐലൻഡ്. അപ്പോൾ തുടങ്ങിയല്ല, ഇവിടെ നോക്കി വേണം. ഇതാണ് ജനങ്ങൾ ഇരിക്കുകയാണ് ഇവിടെ, കണ്ട. ഉറക്കം തുടക്കം എന്തായിരുന്നു പറഞ്ഞു കൊടുക്ക്. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയണത്. നല്ല എനർജി ഉണ്ട് കേട്ടോ. ചാടി ചാടി നിക്കണ ആംഗ്രി ബേർഡ്സ് ഞാനല്ലേ പറയണേ. ഈ ആശാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസില്ലേ? ഉണ്ട്, അത് ഇറക്കണേ. ഈ ആശാൻ പറഞ്ഞത് വിശ്വാസില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചൊന്നും നീ പറഞ്ഞില്ലല്ലോ. അത് മതി. പിന്നെ ഈ ഗുരുവിനെ തിരുപ്പതിയാടാ, തിരുപ്പതിയായി. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കാണ്. മറ്റേ കണ്ണൂരിലുള്ള രഹസ്യപ്പെട്ടി നീ രഹസ്യപ്പെട്ടിയാണ്? കണ്ണൂരിലെ കളറിന്റെ രഹസ്യപ്പെട്ടി നീ എത്തിക്കണം. പകലട രാത്രി മതി. പിന്നെ ഒരു മൂളലൊക്കെ ഇല്ലായിരുന്നു അതിനകത്ത്. മുക്കി നീ വൃത്തിയേടാക്കോ? ഇനി ഒന്നും ഇങ്ങോട്ട് നീ പറയണ്ട, ഞാൻ എങ്ങോട്ട് പറഞ്ഞോളൂ, അത് കേട്ടാ മതി. ബ്ലഡി ഫൂൾ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അവൻ പറയാ പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണമെന്ന്. അതും അമ്പലക്ഷേത്രോ? കുടുംബി കുമ്പിടി കുമ്പിടി കുടുംബി. അത് അമ്പലം നടന്ന് നടുക്കി വെച്ചിട്ട്. അതാ ഞാൻ പറഞ്ഞത്, കയ്യവതൊന്നും ഫസ്റ്റ് തന്നെ കാണിക്കരുതെന്ന്. ഇതൊക്കെ എന്ത് ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. പേരെന്താണ്? ധനശ്രീ. ധനശ്രീ. എവിടെയാണ് നാട്? കാസർഗോഡ്. കാസർഗോഡാണ്. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? MSc ബോട്ടണി. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന വിശ്വാസില്ലേ? ഒരു സെക്കൻഡ്. മറ്റേ സാധനം ഇട്ടാ നിന്റെ അല്ലെങ്കിൽ മറ്റേ ഇതിട്. ഞാനല്ലേ പറയണത്, നിനക്ക് ആശാന വിശ്വാസല്ലേ? എന്നാൽ ഈ ആശാൻ പറഞ്ഞൊന്നും മറന്നില്ലല്ലോ. എന്റെ പൊന്നോ, കേക്ക് എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ എന്താ എവിടെ എന്നൊക്കെ ചോദിക്കും. അത് മതി. ഈ ആശാന് തിരുപ്പതി ആയടാ, തിരുപ്പതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. നിന്നെ ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഏൽപ്പിക്കാണ്. ആ കണ്ണൂരിൽ നിന്നുള്ള ആശാന്റെ കളരിപ്പെട്ടി. എന്താണ് നിന്റെ പേര്? പേരെന്താണെന്നാ ചോദിച്ചേ? മൈത്രേയ എം എ മലയാളം. ആ കണ്ണൂരുള്ള പഴയ കളരിപ്പെട്ടി. എന്ത് കളരിപ്പെട്ടി? കളരിപ്പെട്ടിയിലെ ആയുധം നീ ഇങ്ങോട്ട് കൊണ്ടുവാ. എല്ലാം ചടപടേന്നായിരുന്നു. എന്താന്ന് നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. കളരിന്നുള്ള ആയുധപ്പെട്ടി ഇപ്പള് കണ്ടല്ല പാസിയ കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് ഭാഷ? അത്ര സെന്റൻസ് ഒന്നുകൂടെ പറ. നിന്നെ ഒരു ഗൗരവമുള്ള കാര്യം വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഏൽപ്പിക്കാണ്. ആ കണ്ണൂരിൽ നിന്നുള്ള കളരിയിലെ പഴയ ആയുധപ്പെട്ടി നീ ഇങ്ങോട്ട് കൊണ്ടുവാ. പകല് വേണ്ട, രാത്രി മതി. അത് ഒന്നുകൂടെ ഗൗരവം വേണോ അതിന്? അങ്ങനല്ല, അത് ഗൗരവം വേണം, ഗൗരവമായിട്ട് പറയണം. അല്ല, അത് ചിരി വരാതെ പറയണോ? അത് മതി. ആട്ടോണ്ട് സിസ്റ്ററിന്റെ ഒരു പല്ല ആടുന്നുണ്ട്. ഇനി നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ബ്ലഡി ഫുൾ. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. അവൻ പരസ്യം പറയാ, അവന് ക്ഷേത്രത്തിന്റെ നടുക്ക് വെച്ച് തന്നെ പൂജ ചെയ്യണമെന്ന്. എന്ത് പൂജ? ഗുരുപൂജ. എവിടെ വെച്ച്?
ക്ഷേത്രത്തിന്റെ നടുക്ക് നടുക്കോ നടയിൽ ജടാഘടാഘ സംഭ്രമ ഭ്രമന്നിലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധൻ ധഗ ജ്വലല്ലലാടപട്ടഭാവക കിശോര ചന്ദ്രശേഖര നദി പ്രദക്ഷിണാമ. നടയെന്ന് പറഞ്ഞ എന്തുവാ? നടയെന്ന് പറഞ്ഞ വേറെ ആരും പറയും. നടയെന്ന് പറഞ്ഞ എന്തുവാ? നട കേറി പോന്നെ പടി നട വിഗ്രഹം ഉണ്ടാവുന്നേ വിഗ്രഹം വെക്കുന്നതാണ്. അത് ഉള്ളിലല്ലേ വിഗ്രഹം ഉള്ളത്? നട എന്നാ പടി ഏതാണ് പറഞ്ഞൂടെ? ഇത് മാത്രം അറിയാവൂല്ലേ? എന്താ പറഞ്ഞത്? അവന് ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് തന്നെ ഗുരുപൂജ ചെയ്യണമെന്ന്. ചെറിയ ആഗ്രഹമൊന്നുമല്ല, വലിയ ആഗ്രഹം. ഇതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ എന്ത് മൈക്ക് പോലും കേട്ടിട്ട് എന്റെ കൈവിട്ടു പോയി. ഓക്കെ, നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. എന്താണ് പേര്? അഞ്ജന. അഞ്ജന. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ TDC എക്കണോമിക്സിലാണ്. നാട് എവിടെ? ഇവിടെ അടുത്തെന്ന് പറയുമ്പോ ഒരു 2 മണിക്കൂർ ഉണ്ടായിരിക്കാം. ചങ്കരമാണ്. അപ്പൊ നമുക്ക് എന്നാ തുടങ്ങി. ഈ സിനിമ കണ്ടാണോ? സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സീന് സത്യമായിട്ടപ്പോ കാണാൻ. സിനിമയിൽ ഈ സീൻ ഏറ്റവും നല്ല രസമുള്ള സീനായിരുന്നു. അപ്പൊ അത് കണ്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ അധികം നമ്മളത് ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ബൈ ഹാർട്ട് ആക്കി. ഓക്കെ, അപ്പൊ റെഡി, തുടങ്ങാം. ഏറ്റവും ക്ഷമിക്കട്ടെല്ലാരും. കുഴപ്പമില്ല, ഞങ്ങൾ ക്ഷമിക്കാം. നമുക്ക് ക്ഷമിച്ചു കൊടുത്തേക്കാം അല്ലേ? റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന് വിശ്വാസല്ലേ? എന്നാലും ആശ പഠിപ്പിച്ചത് നീ പറഞ്ഞിട്ടില്ല. അത് മതി, തിരുപ്പതിയായിടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള കാര്യം നിന്നെ ഏൽപ്പിക്ക. കണ്ണൂരുള്ള കളറിൽ നിന്ന് ആ പഴയ ആയുധപ്പെട്ടി ഒന്നിങ്ങോട്ട് എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. സൂസമ്മോ, ഓ എന്നതാടിയാ കൊച്ചിനൊരു കിരികിരിപ്പ്? എന്റെ അന്നമ്മോ, ഓൾക്ക് ഹൈപ്പർ ടെൻഷനാ. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. കേട്ടടാ ബ്ലാഡി ഫോൾ. അവൻ പറയാ അവര് പരസ്യമായി ഗുരുപൂജ നടത്തണെന്ന്, അത് അമ്പലത്തിന് നടിയിൽ വെച്ചിട്ട്. ഇതാ ഞാൻ ഫസ്റ്റിലേ പറയാ, നാട്ടിക്കേസ് ആവുമെന്ന്. ഇതൊക്കെ എന്ത് അടിപൊളി, സൂപ്പർ, താങ്ക് യു. ഭയങ്കരമായ ആള്. എന്താ മോളുടെ പേര്? കവിത. കവിത. എവിടെയാ നാട്? മറഞ്ചേരി. ഏതിനാ പഠിക്കുന്നത് ഇവിടെ? ഞാൻ സുവോളജി, BSc സുവോളജി. ഓക്കെ, റെഡി, ആക്ഷൻ. ഞാനല്ലേ പറഞ്ഞേ, ഞാനല്ലേ പറഞ്ഞേ, നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി, ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. എന്റെ മുന്തിരി കള്ളേ, നിന്നെ ഗൗരവമായ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. കണ്ണൂരുള്ള നമ്മുടെ കളരിയിൽ നിന്നും ആ പഴയ ആയുധപ്പെട്ടി ഒന്നിങ്ങ് എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. അതൊന്നും കൂടെ തന്നേതാ സാധനം? എന്നിട്ട് നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ബ്ലാഡി ഫൂൾ. അവൻ പറയുവാ അവന് പരസ്യമായി ഗുരുപൂജ ചെയ്യണം, അതും അമ്പലത്തിന്റെ നടയെ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ് അബദ്ധമൊന്നും ചെയ്യരുത്, നാച്ചിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ എന്ത്? അത് പറഞ്ഞില്ല. ഇതൊക്കെ എന്ത്? പിന്നെ അല്ല, അടിപൊളിയാണ്, സൂപ്പർ. എങ്ങനെയുണ്ട്? എന്താണ് പേരെന്താണ്? നിരഞ്ജന. നിരഞ്ജന, കുറച്ചുകൂടി കൊട്ടത്. നിരഞ്ജന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BCA. എവിടെ, നാട് എവിടെയാണ്? കുമാരൻപേടി, പൊന്നാനി റൂട്ട്. പൊന്നാനി. ഓക്കെ ഓക്കെ. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BCA. ഓക്കെ, റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയണ്, എനിക്ക് ഈ ആശാന വിശ്വാസല്ലേ? ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നിട്ടില്ലല്ലോ. അത് മതി, ഈ ഗുരുവിന് തിരുപ്പതിയായിടാ, തിരുപ്പതിയായി. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. ഞാനൊരു ഗൗരവമുള്ള ജോലി നിന്നെ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മൾ ആ പഴയ കളരിയിൽ നിന്ന് ഒരു രഹസ്യ ആയുധപ്പെട്ടി ഒന്ന് എടുത്തിട്ട് വരണം. പകല് വേണ്ട, രാത്രി മതി. കുഴപ്പമില്ല, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. അവര് പറയുന്നത്, അവൻ പറയാണ് മറ്റേ അവിടെ പരസ്യം. തന്നെ അണ്ണാ, ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല ഏട്ടാ, വെറും 2ാം ക്ലാസ്. പറഞ്ഞോളൂ മോളെ.
കരളിയോ? കരളിന്ന് പുറത്തിയാടിയില്ലേ? കണ്ണൂരുള്ള പഴയ അത് കഴിഞ്ഞ് ഇതാ കളറിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അവൻ പറയാ ആ അമ്പലനടന്ന് രഹസ്യ അല്ല ഇവിടെ എല്ലായിടത്തും രഹസ്യ കളറിയാണല്ലേ. പരസ്യമായിട്ടാണ് സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണമെന്ന് അത് അമ്പലത്തിൽ നടയിൽ വെച്ച് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞതാ വേണ്ടത്. അയ്യപ്പതൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. ഇതൊക്കെ എന്ത് എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒക്കെ? വാക്ചാതുര്യൊക്കെ എങ്ങനെയുണ്ട് അവരുടെ? അടിപൊളി വായിച്ചാതുര്യം. എന്താണ്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് ഇയർ BHR. നാടെവിടെ? കൂറ്റനാട് പട്ടാമ്പി. ആക്ഷൻ. ഞാനല്ലേ പറയണത്, നിന്നെ ആശാനെ വിശ്വാസല്ലേ? ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ആശാന് തിരുപ്പതിയായിടാ, തിരുപ്പതിയായി. പിന്നെ ഗൗരവമുള്ള കാര്യം പറയാൻ ഏൽപ്പിക്കാനുണ്ട്. കണ്ണൂരുള്ള കളരിയിലെ ആയുധപ്പെട്ടി നീ ഇങ്ങോട്ട് പഴയ രഹസ്യ ആയുധപ്പെട്ടി നീ ഇങ്ങോട്ട് ഒന്നെത്തിക്കണം. പകലോടെ രാത്രി മതി. അങ്ങനെയായിരുന്നു അത്? കുഴപ്പമില്ല, പറഞ്ഞോ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറഞ്ഞ ചെയ്താ മതി. ബ്ലാഡി ഫോൾ. അവൻ പറയാണ് വൈഫിന് എന്തിന്റെ ആരംഭം? ഇളത് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അവൻ പറയാണ് പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട്. അതാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യബത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? അല്ല, ആ സാധനം ഒന്ന് അത് നമുക്ക് സ്ലോ മോഷനിൽ ഇടാം കേട്ടോ. അത് ഭയങ്കര ഗംഭീര സാധനം കേട്ടോ. റെഡി, 1 2 3. ഇതൊക്കെ എന്ത്? എൻ്റെ പേര് ദൃശ്യ, MA മൾട്ടിമീഡിയ സ്റ്റുഡൻ്റ് ആണ്. നാട് പാലക്കാട്. എന്റെ ഫോൺ എടുത്ത് കൈ വെച്ചിരിക്കുകയാണോ? സലികുമാറിന്റെ ഫോണ്. ആക്ഷൻ. ഞാനല്ലേ പറയണത്. എന്നാലും നിനക്ക് ആശാന വിശ്വാസം ഇല്ലല്ലേ? ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ദത് മതി. എനിക്ക് ആശാന് ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. ഭാഷ എന്തായാലും എന്ത് വാ പൊട്ട സംസാരിച്ചു കിട്ടിയല്ലോ, അത് മതി. പിന്നെ ഒരു ഗൗരവമുള്ള കാര്യം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്നും പഴയ രഹസ്യമായ പെട്ടി ഒന്നുകൂടെ എത്തിക്കണം. ആയുധപ്പെട്ടി. ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. എന്തൊരു കഷ്ടം. ഇവിടെ എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, പണം നിങ്ങോട്ട് കേട്ടാ മതി. ബ്ലഡി ഫൂൾ. സരസനാണല്ലേ? അല്ല, അതെവിടെയാ? ബ്ലഡി ഫൂൾ. ഇപ്പൊ 5-6 ബ്ലഡി ഫുൾ ആയി കേട്ടോ. അവൻ പറയാ എന്തുവാ അത്? ബാക്കി നാളെ ആവാം. വീശാൻ സമയമായിരിക്കണു. എന്താ തെക്കൻകാറ്റ് വീശാറായാ പിന്നെ വിശദമായിട്ട് നാളെ അവന് പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയിൽ വെച്ച്. നടയിൽ വെച്ച് പോകണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റായി പോയതാണ്. എങ്ങനെ ഒരിക്കൽ കൂടെ പോണ്ടാന്ന് പറയണ. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യബദ്ധമാണ്, നാറ്റിക്കരുതെന്ന്. ഇതൊക്കെ എന്ത്? ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. അപ്പൊ എനിക്കിനി കുളിക്കാം. അപ്പൊ എന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നമ്മുടെ ലക്ഷദ്വീപിലെ കുട്ടി ആ സെയിം ഡയലോഗ് ലക്ഷദ്വീപിൽ ആ ലാംഗ്വേജിലൊന്ന് പറയാൻ പോകണം. മനസ്സിലാവരുത്, അതാണ് വേണ്ടത്. തുടങ്ങാം.
ആക്ഷൻ. ഞാൻ നിന്നെ കൂടെ ഒരു കാര്യം കേൾക്കണ്ടേ. നിക്കന്നെ ഈ ആശാന വിശ്വാസില്ല. ഞാൻ പഠിപ്പിച്ചത് നീ മറന്നില്ല. ഇത് മതി. ഒരു ഗൗരവമുള്ള കാര്യം നിന്നെ കൂടെ ചൊല്ലണ്ടേ. കണ്ണൂരിൽ നമ്മളെ കളരിയുണ്ട് ഒരു ആയുധപ്പെട്ടിങ്, ഒരു രഹസ്യമായിട്ടുള്ള ഒരു ആയുധപ്പെട്ടിങ് കൊണ്ടുവരണം. സോക്ക് വേണ്ട രാഗമതി. ഇനി നീ ഏത് ചൊല്ലണോ? ഞാൻ ഇങ്ങനെ ചൊല്ലണ്ടെങ്കിൽ അത് കേട്ടാ മതി. ബ്ലഡി ഫൂൾ. അതെല്ലായിടത്തും ഇംഗ്ലീഷ് അത് സെയിം ആണ്. ഒരു എല്ലാരും കാട്ടിക്കൊണ്ട് ഗുരുപൂജ ചെയ്യണോന്ന് ക്ഷേത്രത്തിന്റെ നടുക്ക് വെച്ചിട്ട്. ഇതാണെന്ന് ആദ്യം തന്നെ വലിയത്. ഇങ്ങനെ കൊണ്ടുതന്നെ ഏതോ നാറ്റിക്കൊണ്ടാന്ന്. ഇതൊക്കെ എന്ത്? ഇതല്ലേ എന്നെ. അടിപൊളി. നാരായണ നാരായണ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഒരു കലാതിലകത്തെയാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. യെസ്, എന്താണ് പേര്? സാധിക. ഏത് വർഷമായിരുന്നു കലാതിലകം? ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ കലാതിലകമായിരുന്നു ഇവിടുത്തെ. വെരി ഗുഡ്, നന്നായിരിക്കട്ടെ. അപ്പോൾ ഈ സിനിമ കണ്ടാണോ? കണ്ടിട്ടുണ്ട്. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയണേ, നിനക്ക് ഈ ആശാന്റെ വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഈ ആശാൻ അത് മതിടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള കാര്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ ആ പഴയ ആയുധപ്പെട്ടിയില്ലേ? കുഴപ്പമില്ല. കണ്ണൂരിലെ നമ്മളെ ആ പഴയ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. കണ്ണൂരിലെ നമ്മളെ ആ പഴയ കണ്ണൂരിലെ പ്ലളയ അത് എക്സ്പ്രഷൻസ് ഇച്ചിരി ഓവറായി എന്നൊരു സംശയം നാക്ക് കൊണ്ടുള്ള. ഒന്നുകൂടെ പോട്ടെ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ കണ്ണൂരിലെ കളരിയിലെ പഴയ രഹസ്യായുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. കേട്ടല്ലോടാ ബ്ലഡി കേട്ടല്ലോടാന്നൊക്കെ പറയുന്നുണ്ടോ? ശരി, ഇരിക്കട്ടെ. നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണോന്ന്. അതും അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട്. അതാ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത്, നിങ്ങൾ കേട്ടില്ലേ? അത് നാറ്റിക്കരുത്. അപമാനിക്കരുത്, നാറ്റിക്കരുത് എന്നൊക്കെ ഞാൻ പറയും. എന്നിട്ട് ഇതൊക്കെ എന്ത്? അടിപൊളി, സൂപ്പർ. എന്താ മുളക് കടിച്ചോ? ഏയ്, പെട്ടെന്നൊരു ഐഡിയ കിട്ടി. വല്ല ചാണാപ്പുളി അറിയായിരിക്കുള്ളൂ, അല്ലാതെ ഈ തലയിൽ എന്ത് വരാനായിട്ട്. എന്താണ് പേര്? കീർത്തന. ആദ്യം തൊട്ടേ വിളിക്കണം പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എവിടെയാ നാട്? എവിടെയാണ്? ഏതിനാ പഠിക്കുന്നത്? ഞാൻ BSc ബോട്ടണി. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാനെ വിശ്വാസമല്ല. ഞാൻ പഠിപ്പിച്ചത് എന്തായാലും നീ ഒന്നും മറന്നില്ലല്ലോ. അത് മതി. ഈ ആശാന് തിരുപ്പതിയായി. പിന്നെ ഞാനൊരു ഗൗരവപ്പെട്ട ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള കളരിയിലെ പഴയ പൂരങ്ങളുടെ രഹസ്യ ആയുധപ്പെട്ടി ഈ ഒന്ന് ഇങ്ങോട്ട് എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. പിന്നെ ഈ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞ മാത്രം കേട്ടാ മതി. കേട്ടറാ ബ്ലഡി ഫൂൾ. അവൻ പറയാണ് പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണമെന്ന്. അതും ഈ അമ്പലത്തിന്റെ നടയിൽ വെച്ച്. അവനോട് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ കയ്യബദ്ധങ്ങളൊന്നും വരരുത്, നാറ്റിക്കരുത് എന്ന്. ഇതൊക്കെ എന്ത്? എങ്ങനെയുണ്ട് സർ? സൂപ്പർ. എന്താ പേര്? ഫിദ. എവിടെ നാട്? എവിടെയാണ്? ഗുരുവായൂർ തന്നെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BCA. കണ്ണ് ലെൻസ് ഇട്ടിരിക്കുകയാണോ? കൊള്ളാം, നല്ല കണ്ണ്. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാന വിശ്വാസമല്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി.
ഈ ഗുരുവിന് തിരുപ്പതിയായടാ തിരുപ്പതിയായി. ആ പിന്നെ ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരുള്ള നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നിങ്ങ് എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. എന്താ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, പറയുന്ന അങ്ങോട്ട് ചെയ്താ മതി. കേട്ടറാ ബ്ലഡി ഫൂൾ. അവൻ പറയുവാ അവന് പരസ്യമായി ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് കയ്യബത്തൊന്നും കാണിക്കരുതെന്ന് നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ എന്ത് അടിപൊളി, സൂപ്പറായിരുന്നു. താങ്ക് യു. സത്യസന്ധത. നോ സിൻസിയറിറ്റി. കം ഓൺ. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയുന്നത്. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. ഈ ആശാന് വിശ്വാസായില്ലേ? ഞാൻ പഠിപ്പിച്ചൊന്നും അവൻ മറന്നിട്ടില്ല. ഓ അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ തിരുപ്പതിയായി. ഒരു ഗൗരവമുള്ള കാര്യം പറയണ്ട്. കണ്ണൂരിൽ നിന്ന് പഴയ ആയുധപ്പെട്ടി. എന്തിന്റെ ആയുധപ്പെട്ടിയാണ്? കളരിയിലെ ആയുധപ്പെട്ടി ഇങ്ങെടുക്ക്. പകല് വേണ്ട, രാത്രി മതി. ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാനെല്ലാം പറയുന്നത് കേട്ടാ മതി. ബ്ലഡി ഫുൾ. അവൻ പറയാ പരസ്യമായി അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയിൽ വെച്ച്. ഫസ്റ്റിന് ഞാൻ അവനോട് പറഞ്ഞതാ, ഇന്നെ നാറ്റിക്കരുത്, കയ്യവതൊന്നും കാണിക്കരുത്. ഇത് കേട്ടില്ലേ? ബ്ലഡി ഫുൾ. എന്റെ പൊന്നോ, അത് വീണ്ടും ഉണ്ടോ ബ്ലഡി ഫുൾ? ഇതൊക്കെ എന്ത്? എന്നാ ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ജ്യോതിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ജ്യോതിക ഫസ്റ്റ് BC. നാടെവിടെയാണ്? ചാവക്കാട്. അപ്പൊ ജ്യോതികയുടെ മനോഹരമായ ഒരു ഗാനം, അല്ല സോറി, ഒരു ആക്ടിങ് നമുക്ക് കാണാം. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയണത്, നിനക്ക് ഈ ആശാന വിശ്വാസല്ലേ? കൊള്ളാം. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി, ഈ ഗുരുവിന് അത് മതിയടാ. തൃപ്തിയായടാ, എനിക്ക് തൃപ്തിയായി. ആ പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഏൽപ്പിക്കാനുണ്ട്. കണ്ണൂരിലെ കളരിയിലെ കളരിയിലെ പഴയ ആയുധ പെട്ടി അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഒന്നിങ് എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. ബ്ലഡി ഫുൾ. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അവൻ പറയാ പരസ്യമായി അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയില്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കളിയാക്കിയത് തെറ്റിരിച്ചത് കേട്ടില്ലേ? കയ്യബത്തും തെറ്റിരിച്ചൊക്കെ കേട്ടില്ലേ? തെറ്റിദ്ധരിച്ചു ആര്? ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. ഇതൊക്കെ എന്ത്? പോട്ടെ, കുഴപ്പമില്ല, ഇതൊക്കെ എന്തില്ലേ? ഓക്കെ. ഈ 3 അക്ഷരങ്ങളോട് നമ്മളെ കുടിപ്പിച്ച് പരുവത്തിലാക്കണ. എന്താ പേര്? അനഘ. ഏതിനാ പഠിക്കുന്നത്? സെക്കൻഡ് BC ബോട്ടണി. ഓക്കെ, കുറച്ചും ഇങ്ങോട്ട് വരും. അപ്പോൾ പാട്ട് പാടില്ലല്ലോ, ആക്ടിങ് തന്നെ. ശരി, അപ്പോൾ റെഡി, സ്റ്റാർട്ട്. ഞാനല്ലേ പറയുന്നത്, നിനക്കെന്നെ വിശ്വാസമില്ലേ? എങ്കിലും ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നില്ല. അത് മതി. ഈ ആശാന് തൃപ്തിയായടാ തൃപ്തിയായി. തിരുപ്പതിയായടാ തിരുപ്പതിയായി. ഭഗവാൻ ആപ്കാ ഭലാ കരോ. ആയിക്കോട്ടെ. എനിക്കൊരു ഗൗരവമായുള്ളൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. കണ്ണൂരിലെ നമ്മുടെ കളരിയിലെ ആ പഴയ ആയുധപ്പെട്ടി നീ ഒന്ന് എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട, പറയണത് അങ്ങോട്ട് കേട്ടാ മതി. കേട്ടാടോ ബ്ലഡി ഫൂൾ. അവൻ പറയാ അവന് പരസ്യമായിട്ട് ഗുരുപൂജ നടത്തണമെന്ന്, അതും അമ്പലത്തിന്റെ നടുക്ക്. അതാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, എന്ത് ഒരു കയ്യബത്തൊന്നും ഇതാക്കരുത്, നാറ്റിക്കരുത് എന്ന്. കയ്യബദ്ധം കാണിക്കരുത്, നാറ്റിക്കരുത് എന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ എന്ത്? നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ. എന്താ പേര്? കൃഷ്ണപ്രിയ. ഏതിനാ പഠിക്കുന്നത്? MSc ബോട്ടണി. നാടെവിടെ? കുറ്റിപ്പുറം. റെഡി, ആക്ഷൻ. ഞാനല്ലേടാ പറയണേ, എനിക്ക് ഓശാനെ പുതിയ ഡയലോഗുകളല്ലേ? മോള് അവിടെ പോയി ചാച്ചിക്കോ.
ഉറങ്ങിക്കോ. ആശാൻ ഓശാൻ. ശരി വാ. ഞാനല്ലേ പറയണേ, നിനക്ക് ഈ ആശാന വിശ്വാസല്ലേ? ഞാൻ മറന്നൊന്നും അല്ല, ഞാൻ എന്റെ ഈശ്വര, ഇനി വട്ടം മുഴുവൻ മാറിയില്ലെന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഈ ആശാന് തൃപ്തിയായടാ, തൃപ്തിയായി. തിരുപ്പതി തിരുപ്പതി ആയടാ, തിരുപ്പതിയായി. തിരുപ്പതി ആയടാ, തിരുപ്പതിയായി. എങ്ങനെയുണ്ടോ? ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റിയത് പോണ പോലെ ഇനി ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ, അല്ല ഒരു ഗൗരവമുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ, നമ്മുടെ കണ്ണൂരില്ലേ, കണ്ണൂര് പറഞ്ഞു കൊടുക്കണ്ട. അല്ല ഞാൻ പറയാം, കണ്ണൂര് കളരിയില് കണ്ണൂര് കണ്ണൂര് കളരിയില് കൈരളി എന്നാ തോന്നുന്നു. കൈരളിയല്ല കളരി. കണ്ണൂര് കളരിയില് ആ പഴയ ആയുധം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ അവനോട് പറഞ്ഞു. ആയുധപ്പെട്ടിയോ? ആയുധപ്പെട്ടി, പെട്ടിയല്ലേ, ആയുധപ്പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ഇനി നീ ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. കേട്ടടാ, ബ്ലഡി ഫുൾ. പിന്നെ ഒരു രഹസ്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള കാര്യം എന്താ പറയാന്ന് വെച്ചാല്, മൂപ്പരാളെ അല്ല എന്നെ ഓയില്ലോ പറ. പരസ്യമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല്, എന്നെ ക്ഷേത്രത്തിന്റെ നടക്കി ആശാനെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ നടക്കിരുത്തണമെന്നായിരുന്നു. അല്ല അല്ല കിട്ടി ക്ഷേത്രത്തിന്റെ നടക്കിരുത്തി, അല്ല ക്ഷേത്രത്തിന്റെ നടക്കിലിരുത്തി ഗജപൂജ. പേര് പറഞ്ഞില്ലല്ലോ, ഭൈരവൻ. പേരിലുണ്ടല്ലോ ഒരു പുതുമ. അതെ അതെ, തെങ്ങും പുറത്ത ഭൈരവൻ. പേര് കേട്ട കൊമ്പന, അവന്റെ പുന്നാര മോന. അതാ ഇത്ര വികൃതി. ഗുരുപൂജ നടത്തണം ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ചിട്ട്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, എന്ന് നാറ്റിക്കരുത്, ഒരു കയ്യബദ്ധം കാണിക്കരുത്. അത് മതി. അത് മതിയെന്നല്ല, ലാസ്റ്റ് ഡയലോഗ് കറക്റ്റ് പറ. ഇതൊക്കെ എന്ത് അത് താനൻ വീരണ്ടൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ. എന്താ മോളുടെ പേര്? എന്താ എന്താ? ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാടെവിടെ? ഗുരുവായൂർ. തുടങ്ങാം. റെഡി, ആക്ഷൻ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? ഞാൻ പഠിപ്പിച്ചൊന്നും നീ മറന്നിട്ടില്ലല്ലോ. അത് മതി. ദത് മതി. ദത് മതി എന്നാണ്. ദത് മതി. ദത് മതി. ആശാന് തിരുപ്പതിയാടാ, തിരുപ്പതിയായി. പിന്നെ എന്നോട് ഒരു ഗൗരവമുള്ള കാര്യം ഞാൻ ഏൽപ്പിക്കാണ്. നമ്മുടെ പഴയ കണ്ണൂരില്, പഴയ കണ്ണൂരില് അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂർ എന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കണ്ണൂരില് പഴയ കരളി കരളി നമ്മുടെ പഴയ കണ്ണൂരില്. പഴയ കണ്ണൂരോ അതോ പുതിയ കണ്ണൂരോ? കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. നമ്മുടെ കണ്ണൂരിലെ പഴയ അജപ്പെട്ടി. അജപ്പെട്ടി. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട കളരിയില് ആഭരണപ്പെട്ടി. ആഭരണപ്പെട്ടിയോ? അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയതാണോ ഇദ്ദേഹം? ഗംഗ ഇതെവിടേക്കാണ് നീ? ഞാനേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവാണ്. ആവു, ഈ മോന്തി നേരത്താണ് നീ പോണത്. ഇപ്പൊ നീ പോവണ്ട,
എടുത്തിട്ട് വരണം. രാത്രി വേണ്ട, പകല് മതി. പകല് വേണ്ട രാത്രി മതിയതല്ലേ? രാത്രിയാ? താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെയെന്നാ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. എടോ കൺമണി എവിടെയുണ്ടെന്ന്? വിഷമം കൊണ്ടാ? നിന്നെ ഗൗരവമുള്ള കാര്യം ഏൽപ്പിക്കുക. എന്താ നമ്മുടെ കണ്ണൂരിലെ പഴയ കരളി ശരിയാക്കിയിട്ട് പോയാ മതി. പറ പറ. കണ്ണൂരിലെ പഴയ കളരിയിലെ പഴയ ആഭരണ പെട്ടി. ആഭരണ പെട്ടി? ഗംഗേ ഗംഗേ അതിനപ്പാക്കണോ? കണ്ണൂരിലെ പഴയ കരളി. അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? ആ അതെ. കണ്ണൂരിലെ പഴയ കരളി. പഴയ കണ്ണൂരിലെ പഴയ കരളി. പറ പറ. സംഗതി ഞാനിപ്പോ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കാരണ്ടിയാ? എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാടമ്പള്ളിയിലെ താക്കോല്? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? കണ്ണൂരിലെ പഴയ കരളി. അതേടാ, ഞാൻ നിനക്കൊരു ശല്യാന്ന് എനിക്കറിയാടാ. മാത്രമല്ലടോ താഴെ കണ്ണൂരിലെ പഴയ കളരിയിലെ പഴയ ആഭരണ പെട്ടി. ആഭരണ പെട്ടി എവിടെ ഇരിക്കുന്നത്? ഷാജേട്ടാ എന്നാടാ? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. കണ്ണൂരിലെ പഴയ കളരിയിലെ പഴയ ആയുധപ്പെട്ടി കൊണ്ടുവരണം. പകുതി വേണ്ട, രാത്രി മതി. അയ്യോ, എന്നിട്ട് ഇനി ആ സെന്റൻസ് പറയണ്ട, എനിക്ക് വയ്യ. അങ്ങനെ അത് ആ ഗൗരവം ഒന്ന് കാണിച്ചു കൊടുത്തേ. അത് തന്നെ പറ. അവിടെ ഇരിക്കുക. അവൻ പറയാ അവനെ അമ്പലത്തിൽ വെച്ച് പൂജിക്കണം. അവൻ പറയാ അവന് പരസ്യമായിട്ട്. കറക്റ്റ് തന്നെ. മിണ്ടരുത് നീ. പരസ്യമായിട്ട് അമ്പലത്തില് നടയില് ഗുരുപൂജ ചെയ്യണം. അവൻ പറയാ അവന് പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണം. എന്ത് ഗുരുപൂജ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്ത്? ഒന്നും കൂടെ പറയുന്ന മൊത്തം. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? എന്താ പേര്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാട്? കൂറ്റനാട്. ഓക്കെ. ഇതെങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ പെർഫോമൻസ്? കുഴപ്പമില്ലല്ലോ. നമുക്ക് അതൊക്കെ മേലിൽ പോകുമോ? എന്നാലും അതോടൊപ്പം നിൽക്കും അല്ലേ? റെഡി? ഞാനല്ലേ പറയണത്, നിനക്ക് ഈ ആശാനെ വിശ്വാസല്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ അല്ലേ? അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായിടാ, തിരുപ്പതിയായി. ഗൗരവമുള്ള ഒരു കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിലെ പഴയ ആയുധപ്പെട്ടി ഒന്നിങ്ങെത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയണേ ചെയ്താ മതി. അവൻ പറയാണേ അവന് ഗുരുപൂജ ചെയ്യണമെന്ന്. ഗുരുപൂജ. ഇനി മോഹാൽച്ചപ്പെട്ടോളൂ. പെട്ടെന്ന് വീഴുതിട്ടാ, പെട്ടെന്ന് വീണ പിടിക്കാൻ പറ്റില്ല. അവന് പരസ്യമായിട്ട് ഗുരുപൂജ ചെയ്യണമെന്ന്. അതും അമ്പലത്തിന്റെ നടയിൽ വെച്ച്. കയ്യബദ്ധമൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത് എന്ന്. എല്ലാരും കേട്ടില്ലേ? ഇതൊക്കെ എന്ത്? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് ഞങ്ങളെ. പക്ഷേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. എങ്കിലും നമ്മൾ അടുത്ത കോളേജിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് ഇവിടുന്ന് പോകണം. കാരണം ഇവരുടെ കഴിവുകൾ തീരുന്നില്ല. അവരിങ്ങനെ നല്ല കഴിവുകൾ, പ്രത്യേകിച്ച് ഇതൊക്കെ ചിരിപ്പ് ചൂപ്പാട് വരുത്തിയാണ് ഓരോ നിമിഷങ്ങളിലും. ക്യാമറ ഓഫ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഞങ്ങളെല്ലാം ക്രൂ ഉൾപ്പെടെ എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ അടുത്ത കോളേജിലേക്ക് പോകുന്നത്. കാരണം ഈ കോളേജിൽ പോകാൻ പറ്റുന്നില്ല കേട്ടോ. സോ നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഞങ്ങളിവിടെ വരാം. ഇപ്പം മറ്റു കോളേജിലേക്ക് പോകുന്നത് കൊണ്ട് തൽക്കാലം ഇവിടെ പറയുകയാണ്. ഗുഡ് ബൈ.